ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് ബജ്വേലാണ്. ബജ്വേയിൽ ഒരു ദിവസം നൈറ്റ് ക്യാമ്പിംഗ് ചെയ്യാൻ ഞങ്ങൾ 2 കാറിലായിട്ട് 6 പേരാണ് പോകുന്നത്. ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം 8-10 പേരുണ്ടായിരുന്നു. അവസാനം ക്ലൈമറ്റ് മോശമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ക്ലൈമറ്റ് മോശമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് കുടിക്കുന്ന സമയമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യാമ്പിങ്ങിൽ ഞങ്ങൾ 6 പേര് മാത്രമായി. ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്കും ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ള ഫുള്ള് സാധനം ഞങ്ങൾ 2 വണ്ടിയിൽ ലോഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ ദൂരമുണ്ട് ക്യാമ്പിൽ നിന്ന് ബജ്വേയിലേക്ക്. ഞങ്ങളുടെ ക്യാമ്പ് ബീച്ച് ഏരിയ ആയതുകൊണ്ട് എല്ലാ ദിവസവും നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. പിന്നെ അതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് സാധനവും വാങ്ങണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും ബ്രെഡും ചീസും ഒക്കെ വാങ്ങിച്ചു. പക്ഷേ പമ്പിൽ നിന്ന് എണ്ണ മാത്രം അടിക്കാൻ പറ്റില്ല, അവിടെ മെഷീൻ എന്താ കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി അടുത്ത പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി പോയി. ഇതാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള അടുത്ത പെട്രോൾ പമ്പ്. പിന്നെ അവിടെ നിന്ന് എണ്ണയടിച്ച് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിച്ചു. കുബൂസൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ഡ്രിങ്ക്സും. പാകിസ്ഥാനികളുടെയാണ് ഈ കട. അങ്ങനെ നമ്മൾ ബജ്വേ എത്തി. ഏകദേശം 8 മണിയാകുമ്പോൾ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ 9 ഡിഗ്രി ആയി. നമുക്ക് ക്യാമ്പിംഗ് ചെയ്യേണ്ട സ്ഥലം ഉള്ളിലോട്ടാണ്, മൗണ്ടൈൻ്റെ അടുത്ത്. പോകുന്ന വഴി ചെറിയൊരു ഓഫ് റോഡും കൂടെയാണ്. പോകുന്ന വഴി ഒട്ടും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മുമ്പിൽ പോകുന്ന കാറിനെ ഫോളോ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സംഭവം ഗ്ലാസിൻ്റെ പുറത്തോടെ കൈയിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷെ ഒരുപാട് നേരം എടുക്കാൻ പറ്റിയില്ല, നല്ല കട്ട തണുപ്പായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പിലത്തെ കാറിൽ നിന്ന് അബ്ദുള്ളയും പുറത്തൂടെ വീഡിയോ എടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇനി ക്യാമ്പിംഗ് ചെയ്യാനുള്ള സ്പോട്ടും കൂടെ കണ്ടെത്തണം. പിന്നെ ഞങ്ങൾ വണ്ടിയോടെ ഇട്ടിട്ട് എല്ലാവരും കൂടെ നടന്ന് സ്പോട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മൗണ്ടൻ പ്രദേശം കൂടെ ആയതുകൊണ്ട് എക്കോ ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിരം പരിപാടി. എക്കോ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളികൾ മാത്രമല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് മനസ്സിലായി. എക്കോ കേൾക്കാൻ വേണ്ടി എല്ലാവരും ഒച്ചത്തിൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട്. ഒരു കേവ് പോലെ ആയിരുന്നത്. നല്ലതായിരുന്നു, പക്ഷേ മണ്ണ് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ. അതുകൊണ്ട് വേറെ സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നടന്നു തുടങ്ങി. പിന്നെ നടക്കുന്ന വഴിയിൽ ഓരോന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും അതെന്താണെന്ന് നമ്മൾ നോക്കി. ഇവർ സൂക്ഷ്മമായിട്ട് നോക്കുന്ന വേറൊന്നുമല്ല കേട്ടോ, ഇത് ഒട്ടകത്തിൻ്റെ കാട്ടമാണ്. അങ്ങനെ സ്പോട്ട് കണ്ടുപിടിക്കാൻ ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ഞാനും അബ്ദുള്ളയും സുഖദേവും നടന്ന് ബാക്കിയുള്ളവർ വണ്ടിയിലോട്ട് വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ 3 പേരും കൂടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. അവസാനം അത് ഫിക്സ് ചെയ്തു. അടുത്തതായി ഇനി ക്യാമ്പിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതായിരുന്നു പരിപാടി. കണ്ടില്ലേ, 2 വണ്ടി നിറച്ചും ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമാണ്. ആദ്യം മാറ്റും ലൈറ്റും സെറ്റ് ചെയ്തു. പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഐറ്റം സെറ്റ് ചെയ്തു. ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സാധനം നടുക്ക് വെച്ചിട്ട് ചുറ്റിനും മാറ്റാണ് ഇട്ടത്. അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്ന ഒരുവിധം ഫുള്ള് സാധനം ഇറക്കി. പിന്നീട് നമ്മളെല്ലാ സാധനവും ഒന്ന് ഒതുക്കി വെച്ചു. അബ്ദുള്ളത് അവിടെ ക്യാമ്പ് ഫയറിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇത് നമ്മുടെ മാറ്റ്, ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെയാണ്. പിന്നെ അത് സാർ ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ലൈറ്റ് പ്രവർത്തിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നിന്നാണ് കേട്ടോ. പിന്നെ സുഖദേവ് നമുക്ക് ചിക്കൻ ബാർബിക്യൂ ചെയ്യാനുള്ള കനലൊക്കെ കത്തിച്ച് തുടങ്ങി. ചിക്കൻ മസാല ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഷെഫുമാർ തന്നെയാണ്. സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഐറ്റിയാണ്. പുള്ളിക്കാരൻ്റെ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ, പാകിസ്ഥാനിയാണ്. പുള്ളിക്കാരൻ ലീവിന് പോയപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത്. അങ്ങനെ സുഖദേവ് ഇവിടെ ചിക്കനൊക്കെ കമ്പി കുത്തി ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. സുഖദേവ് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ അടുത്ത് എപ്പോഴും പറയും വീഡിയോ എടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ പരിപാടി വീഡിയോ എടുക്കലായിരുന്നു. ഇവിടെ നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള തീയൊക്കെ അടിപൊളിയായി കത്തി തുടങ്ങി. പിന്നെ ഇവിടുത്തെ സാറിനുള്ള ടെൻറ്റ് സെറ്റാക്കുന്നുണ്ട്. സാറ് വന്നത് ഫുൾ സെറ്റപ്പായിട്ടാണ്. സാറിൻ്റെ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ലാഗം ഉണ്ടായിരുന്നത് ഒരു ജാക്കറ്റും ഒരു ബ്ലാങ്കറ്റും മാത്രം. അങ്ങനത്തെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം അങ്ങ് റെഡിയായി തുടങ്ങി. പിന്നെ നമ്മൾ ഒട്ടും താമസിച്ചില്ല. നമ്മൾ സാലഡും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി. നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കഴിക്കുന്ന ടൈം ഫുൾ ബിസി ആയിരുന്നു. ഇത് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. നമ്മൾ ക്യാമ്പ് ഫയറിന് കൊണ്ടുവന്ന വുഡ് കുറഞ്ഞു പോയതുകൊണ്ട് ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ചുള്ളിക്കം പോച്ചായിരുന്നു. പിന്നെ ഞാൻ തണുപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് ഇത് ഭീകര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ തീ എത്രത്തോളം നേരം നിൽക്കുമോ അത്രത്തോളം നമുക്ക് നല്ലത്. ഇതിപ്പോൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞ് കാണും. 12:30 കഴിയുമ്പോൾ തന്നെ ഏകദേശം 1-2 വരെ കിടക്കാനുള്ള തയ്യാറെടുപ്പായി. ഇവിടെ ഒരാളിത് ഉറക്കമായി. സുഖദേവതയെ ബ്ലാങ്കറ്റും കൊണ്ട് ഉറങ്ങാൻ വരുന്നു. ഈ കാണുന്ന സീൻ എന്ന് പറയുന്നത് എല്ലാവരും ചുള്ളി പിടിക്കുന്നത് കേട്ടോ, തീ കത്തിക്കാൻ വേണ്ടി. ഓൾറെഡി ഇവർ 3 നേരം പോയി ചുള്ളിയും കമ്പൊക്കെ ഒരു 3-4 റൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നതല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു കമ്പൊക്കെ. ഇപ്പോൾ ഏകദേശം 2 മണിയായി കാണും. ഇനി ഉറങ്ങാതിരിക്കുന്നത് ഞാനും സാറും അബ്ദുള്ളയും മാത്രമാണ്. അങ്ങനെ ഏകദേശം 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഇനി നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കണ്ട സ്ഥലത്തിൻ്റെ രാവിലത്തെ സൗന്ദര്യമാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ എണീറ്റ് തുടങ്ങി. രാവിലെ സൂര്യൻ ഉദിച്ചെങ്കിലും തണുപ്പിനൊന്നും ഒട്ടും ഒരു കുറവില്ല കേട്ടോ. രാവിലത്തെ തണുപ്പ് ഏകദേശം ഒരു 4 ഡിഗ്രി ആയിരുന്നു. ഇത് ഈ 2 മലകളുടെ നടുക്കാണ് നമ്മൾ ഇന്നലെ രാത്രി ക്യാമ്പ് ചെയ്തത്. ഇതൊക്കെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എന്ത് അടിപൊളിയാണല്ലേ കാണാൻ. സൂര്യപ്രകാശം അടിക്കുമ്പോൾ കണ്ടില്ലേ, മലകളൊക്കെ ഗോൾഡൻ കളർ പോലെ. രാത്രി സംഭവം ഈ കനലും തീയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് അത്ര അറിഞ്ഞില്ലെന്നല്ല, തണുപ്പും ഒക്കെ ആയിരുന്നു നമുക്ക്. പക്ഷെ രാവിലെ ഇപ്പം തീയൊക്കെ കഴിഞ്ഞു.
വുഡെല്ലാം തീർന്ന് ഞങ്ങളുടെ ഇനി ഫയർ ചെയ്യാനുള്ള ഭയങ്കര തണുപ്പ്, കൈയൊക്കെ ഫ്രീസായി. ഇപ്പം കണ്ടാൽ ഞാൻ രാവിലെ എടുത്ത ചെറിയൊരു വീഡിയോ കേട്ടോ. തണുപ്പ് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഉണ്ടായിരുന്നു. നമുക്ക് ഈ തണുപ്പൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഒട്ടും പറ്റിയില്ല നമുക്ക്. പിന്നെ അവിടെ നിന്ന് ഞാനും ഞങ്ങളുടെ IT ബാസിതും കൂടെ മേളോട്ടൊന്ന് നടന്നു. പൂഴി മണ്ണായിക്കൊണ്ട് മേളോട്ട് കയറുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. രാവിലെ ഇവിടെ ഒരു കുറുക്കനുണ്ടായിരുന്നു, അതിനെ ഞാൻ കാണാൻ ചെയ്തു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണും ഇല്ലായിരുന്നു. ഈ കാണുന്നത് ആ കുറുക്കൻ ഓടിപ്പോയ പാടാണ്. അങ്ങനെ പൂഴി മണ്ണിലോട്ട് വീണ്ടും മുകളിലോട്ട് ഞങ്ങൾ കയറി തുടങ്ങി. കയറുന്നതോറും നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. ചെറിയ പൂഴി മണ്ണല്ലേ, പൂഴി മണ്ണുമാണ് കയറ്റം കൂടെ കയറാൻ. ഈ തണുപ്പത്ത് ഇച്ചിരി നല്ല പാടുണ്ട്. മെയിനായിട്ട് കാൽപാദം ഫ്രീസാണ് എൻ്റെ ഒരു പ്രശ്നമാണ്. ആ മുകളിലോട്ട് കയറിയപ്പോൾ ഉള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ചുറ്റിനും മരുഭൂമി, ഒഴിഞ്ഞ പ്രദേശം, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെയിലടിക്കുമ്പോഴാണ് നമുക്ക് ഈ തണുപ്പിൽ നിന്ന് ഇച്ചിരി ആശ്വാസം കിട്ടുന്നത്. ആ കാണുന്നത് ഞങ്ങൾ നടന്നു വന്ന പാടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കാഴ്ച ഒട്ടും മടുക്കാത്ത പോലെ എനിക്ക് തോന്നിയത്. ഒരുപാട് നേരം നോക്കി നിൽക്കാൻ തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചയും. ഇനി അടുത്ത പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ. സുദേവ് അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങി. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഓംലെറ്റും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും അബ്ദുള്ളയും നേരെ പോയത് ട്രക്കിങ്ങിനാണ്. ആരോടും ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇതെല്ലാം ഞങ്ങൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ ചെറിയൊരു മല ലക്ഷ്യമാക്കി കിടന്നു. അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണിത്. ആ മലയുടെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോഴാണ് ഞങ്ങളവിടെ ഒരു ഫാം കാണുന്നത്, ഒട്ടകത്തിൻ്റെ. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാമെന്നായി അബ്ദുള്ള. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നു. കുറച്ച് ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒട്ടകം മാത്രമല്ല, അപ്പുറത്തെ സൈഡ് ആടും മുയലും ഉണ്ടായിരുന്നു. ഈ കാണുന്ന ടെൻറ്റ് ഇതിൻ്റെ ഓണറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓണർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫാമിൻ്റെ ഓണർ, സ്ഥലത്തിൻ്റെ അല്ല. ഈ സ്ഥലമൊക്കെ അവർ ഇല്ലീഗലായിട്ട് കവർ ചെയ്തെടുക്കുന്നതാണ്. ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഒരു വലിയ മലയാണ്. നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെ പോലെ തന്നെ ആയിരിക്കുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മല കയറുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത്. സംഭവം ഇതൊരു ആടിൻ്റെ തലയോട്ടിയാണ്. അങ്ങനെ വീണ്ടും മുകളിലേക്ക്. ഈ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല റിസ്ക്കുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി. ഇതാണ് ആ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. അത്യാവശ്യം വലിയൊരു മല കേട്ടോ ഇത്. നിങ്ങൾക്ക് ആ ഹൈറ്റ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ട ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. ട്രക്കിങ് കഴിഞ്ഞെത്തി ക്ഷീണമുണ്ട്. ഈ കഴിക്കുന്നതെന്ന് വെച്ചാൽ ബ്രെഡും അതിൻ്റെ മുകളിൽ ചീസ്, ആ വെക്കുന്നതെന്ന് വെച്ചാൽ ലെയ്സാണ്. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ സംഭവം അടിപൊളി കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. കിറ്റ്കാറ്റും അതിൻ്റെ കൂടെ ബ്രെഡും, അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെ. ഈ 2 കോമ്പിനേഷനും അത്യാവശ്യം നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞൊരു 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒതുക്കി തിരിച്ച് ക്യാമ്പിലേക്ക് പോയി.